ഒന്ന് സംസാരിക്കാം. അല്പസമയം ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായ ഡോക്ടർ സുഹാൻ സക്കറിയ സംസാരിച്ചത് ഈ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ആരോപണം പോലെ ഈ ബാത്റൂം ക്ലോസ് ചെയ്തിരുന്നു, പക്ഷേ ഈ വാർഡ് പ്രവർത്തിക്കുന്നതായിരുന്നു എന്ന് തന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ? അതിപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറിയാൽ മാത്രം മതിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. ഈ 3 നിലയിലും ആളുണ്ട്. ഇത് 3 നിലയുടെയും ബാത്റൂം ഇതല്ലേ, അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശ്വാസത പോട്ടെ, അവർ പറയുന്നു വേണ്ടേ നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും പൊളിച്ച് മാറ്റുവാൻ, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിനല്ലേ? അപ്പോൾ ഇവരുടെ ഒരു ജീവന് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയും? നമുക്ക് ഇപ്പോഴും ഇത് ക്ലിയർ ചെയ്യാനുള്ള നടപടി വേഗത്തിലല്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇതിപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല, കാരണം എല്ലാം കെട്ടിയടച്ചു വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചാണ്ടിയുമ്മൻ MLA യുടെ പ്രതികരണമാണ് കണ്ടത്. ഇവിടെ എന്തായാലും നടപടികൾ ആരംഭിക്കുന്നു എന്ന് വേണം അഭിലാഷ് മനസ്സിലാക്കാൻ. ഇതിന്റെ മുകളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറി നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൽ നടപടിക്രമങ്ങൾ തുടർന്ന് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, കൃത്യമായി പറയാനുള്ള ഒരു കാര്യം, ഈ കെട്ടിടത്തോട് ചേർന്നുള്ള ഈ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അതാണ് നമുക്കത് ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഇതാ ഈ ബാത്റൂമിന്റെ നിലം ഭാഗമൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇടിഞ്ഞ് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഒരു അപകട സാഹചര്യമുണ്ട്. ഈ സർക്കാരിനുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇത് അങ്ങനെ പെട്ടെന്ന് ഇടിച്ച് പെട്ടെന്ന് അങ്ങ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ഇത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഈ താഴെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ അതും വളരെ പ്രശ്നമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെതായ സമയമെടുക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ഭാഗം മാത്രം അടർത്തി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും കൂടുതൽ നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു. മോൻസ് ജോസഫ് MLA ഉണ്ട്. MLA, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതിപ്പം ഗൗരവമുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ കാണുന്നത്. മെഡിക്കൽ കോളേജിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ടോയ്ലറ്റ് ബ്ലോക്കെല്ലാം മേളിൽ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന ഭാഗമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന ഭാഗമാണെന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബക്കറ്റ്, മറ്റു സാധനങ്ങൾ, വീൽ ചെയർ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ഈ ആളുകൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരും അതിനകത്ത് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ അനുവദിക്കുകയും ഇത്ര നാളായിട്ടെല്ലാം പൊളിച്ചു മാറ്റാതിരിക്കുകയും അല്ലെങ്കിൽ തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതൊക്കെ ഗുരുതരമായ അനാസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. മോൻസ് ജോസഫ് MLA ആണ് അഭിലാഷ് പ്രതികരിച്ചത്. എന്തായാലും ഈ സാഹചര്യത്തെ വളരെ അതിഗുരുതരമായ സാഹചര്യം എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ജനപ്രതിനിധികൾ. നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, അതായത് ചെറിയ പരിക്കിലേക്ക് ഒതുങ്ങി എന്നുള്ളത് വിശദീകരിക്കുമ്പോഴും അതിനപ്പുറത്തേക്കൊരു ദുരന്തമുണ്ടാകാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന് തീർത്ത് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ പെട്ടാൽ സ്വാഭാവികമായും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു അപകടം തന്നെയാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് തന്നെ എടുത്താൽ ഇതിൽ ഈ ബാത്റൂമുകൾ ഉപയോഗിച്ചില്ല ഫലത്തിൽ. അങ്ങനെയാണ് എങ്കിൽ അതൊരു ആശ്വാസമായി തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉണ്ട്. സർ, ഇത് പൊളിച്ചു മാറ്റാൻ ഒരു സമയം എടുക്കുമായിരിക്കും അല്ലേ? ഇത് പെട്ടെന്ന് PWD എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ് ഇത് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് അല്ലാതെ പെട്ടെന്ന് പൊളിച്ചു മാറ്റിയാൽ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പീനിയൻ. അതുകൊണ്ട് അവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നിലവിൽ ആരും ഉള്ളിൽ പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് എന്തായാലും ഇല്ലല്ലോ? ഇല്ല, 3 പേരാണ് മുകളിൽ ഉണ്ടായിരുന്ന അപകട സമയത്ത്. അവരെ 3 പേരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇൻഫർമേഷൻ. വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അനുമാനം. ഈ ബാത്റൂമിൽ ഉണ്ടായിരുന്നവരാണ് അല്ലേ? അതെ, 2ാം നിലയിലെ ശുചിമുറിയിലുണ്ടായിരുന്നു.
ഷാഹുൽ ഹമീദ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇതിൽ എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി PWD എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി അഭിപ്രായം മനസ്സിലാക്കിയ ശേഷമാണ് ഇതിലൊരു തുടർ നടപടി. ഫയർഫോഴ്സ് ആണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. നമുക്ക് ഇവിടെ അല്പം മുകളിലുള്ള നിലയിലായി രണ്ടാം നിലയുടെ മുകളിലൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അഭിലാഷ്, വളരെ ഒരു ദുരന്തം, വലിയൊരു ദുരന്തം, അത് ഒരു തലനാരിഴയ്ക്ക് വളരെ ചെറിയൊരു ദുരന്തമായി ഫലത്തിൽ മാറി എന്നും തീർച്ചയായും അതാണല്ലോ ശ്രീജിത്ത്